ഹായ് ഫ്രണ്ട്സ്, KFC അസിസ്റ്റന്റ് എക്സാമിന് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടോ? ഇനിയുള്ള ദിവസം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റാം. സിലബസ് മുഴുവനായും കവർ ചെയ്ത് നമുക്കും പഠിച്ചു തുടങ്ങാം. ആദ്യം നമുക്ക് സിലബസ് നോക്കാം. 10 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതം ആണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഓരോ മൊഡ്യൂളും നോക്കാം. മൊഡ്യൂൾ 1 പറയുന്നത് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിന് 10 മാർക്കാണുള്ളത്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, അതിൻ്റെ കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ട്സ് ഫോർ എ സോൾ ട്രേഡർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്, admission and retirement, dissolution of partnership firm, realization account and capital accounts, insolvency of a partner, accounting for consignment, final accounts of companies, computerized accounting and usage of software in preparation of accounts. ഇത്രയുമാണ് മൊഡ്യൂൾ 1 പറയുന്നത്. അടുത്തത് മൊഡ്യൂൾ 2 പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിനും 10 മാർക്കാണ്. അതിനകത്ത് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിംഗ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, working capital cycle, management of cash, receivables management, inventory management, dividend policy, forms of dividend, types of dividend policy, factors determining dividend, theories of dividend policies, stock splits, stock repurchase. അടുത്ത മൊഡ്യൂള് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് 10 മാർക്ക്, ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, accounting and control of labor cost, accounting for overheads, marginal costing, standard costing, break-even analysis, cost reduction, cost management. അടുത്ത മൊഡ്യൂൾ 4 10 മാർക്സ്, മാനേജ്മെന്റ്, നേച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ്, ഡയറക്ടിംഗ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, TQI. അടുത്ത മൊഡ്യൂൾ 5 മാനേജറിയൽ എക്കണോമിക്സ്, ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെന്റ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസ്, ബിസിനസ് സൈക്കിൾ. അടുത്ത മൊഡ്യൂൾ 6 കമ്പനി ലോ ആണ്. ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, കമ്പനി മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിന്റ്മെന്റ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, board committee, audit committee, board meeting, disclosure and transparency, annual return, winding up, voluntary winding up by National Company Law Tribunal, winding up by liquidators, procedure for liquidation. അടുത്ത മൊഡ്യൂൾ പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഇതിനകത്ത് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്, സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്, പ്രൈമറി മാർക്കറ്റ്, മെത്തേഡ്സ് ഓഫ് flotation of capital, public issue, IPO, FPO, procedure of public issue, book building process, secondary market, functions of stock exchange, dematerialization of securities, major stock exchanges in India, BSE, NSE, listing, regulatory framework of financial market. മൊഡ്യൂൾ 8 പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, ഇൻകം ടാക്സ് ആക്ട്, ബേസിക് കൺസെപ്റ്റ്, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, person, assessee, income, gross total income, rate of tax applicable to the individual assessee, income from salary, house property, business, capital gain and other income from other sources, computation of total income, deduction and exemptions, tax planning, income tax return. അടുത്ത മൊഡ്യൂളാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, കൺസ്യൂമർ ബിഹേവിയർ, പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, factors influencing consumer buying decision, customer relationship management, market segmentation, product meaning, classification of product, concept of product item, product line and product mix, product life cycle, stages of product life cycle, promotion, concept of push and pull mix, types of promotion, advertising, personal selling, sales promotion and public relation. അടുത്തത് മൊഡ്യൂൾ 10 auditing, audit process, internal check, preparation before audit, audit program, audit process, audit notebook, audit working papers, audit files, internal control, internal check, vouching and verification,
ഓഡിറ്റേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓഡിറ്റിംഗ്. ഇത്രയും സിലബസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊത്തം കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ്. നമുക്ക് ഒരുമിച്ച് എന്തായാലും ഇത് മുന്നോട്ടേക്ക് നീക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.